ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കയ്പക്ക കൊണ്ട് കയ്പ് ഒട്ടും അറിയാത്ത തരത്തിൽ അതും വളരെ രുചിയിൽ എങ്ങനെ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി 1/2 കിലോഗ്രാം വരുന്ന കയ്പക്കയാണ് എടുക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ കയ്പക്ക കുരു ഒന്നും എടുക്കുന്നില്ല കേട്ടോ, കുരുവെല്ലാം നീക്കം ചെയ്യാം. അതുപോലെ ഏത് ഷേപ്പിലും വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ ഒരു ആകൃതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കയ്പക്കയിൽ ഉപ്പ് ചേർത്ത കാരണം കയ്പക്കയിലുള്ള വെള്ളം ഊർന്നു വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റായി വെള്ളം പിഴിഞ്ഞെടുക്കാം. അതിനായി കയ്പക്ക കയ്യിലെടുത്ത് നന്നായി ഞെരടി പിഴിഞ്ഞെടുത്ത് ഒരു ബൗളിലേക്ക് ചേർക്കാം. അങ്ങനെ കയ്പക്ക പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രത്തോളം വെള്ളമാണ് കേട്ടോ കയ്പക്കയിൽ നിന്നും കിട്ടിയത്. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല, ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. പിന്നെ 4 വലിയ പച്ചമുളക് അരിഞ്ഞത്, 1 വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, പിന്നെ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും ചേർത്ത് നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയുടെ കുറവുള്ള കാരണം 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിളക്കുന്നുണ്ട്. അങ്ങനെ ഇത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ചേരുവകളെല്ലാം നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണക്കിയെടുക്കണം. അതിനുവേണ്ടി 2 സ്റ്റീൽ പാത്രങ്ങളിലായിട്ട് കയ്പക്ക ചേർത്ത് കൊടുക്കണം. കയ്പക്ക ഉണക്കി അച്ചാർ ഉണ്ടാക്കിയ അടിപൊളി രുചിയാണ് കേട്ടോ. ഒരു കയ്പക്ക കൊണ്ടാട്ടം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒട്ടും കയ്പും ഉണ്ടാകുകയില്ല. ഇപ്പോൾ ഇത് പാത്രത്തിൽ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെയിലത്ത് ഉണക്കാൻ വെക്കാം. അങ്ങനെ ഇത് ഉണക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ കൊണ്ടാട്ടം ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു ഇരുമ്പ് ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ 100 ml നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ അരിഞ്ഞു വെച്ച 1/2 കപ്പ് വെളുത്തുള്ളി ചേർത്തിളക്കാം. പിന്നെ കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1 പിടി കറിവേപ്പിലയും കൂടി ചേർത്തിളക്കാം. ഇപ്പോൾ കറിവേപ്പിലയും കൂടി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കിയെടുത്ത കയ്പക്ക ചേർത്തിളക്കി വേവിച്ചെടുക്കാം. അങ്ങനെ കയ്പക്ക പാകമായിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഈ ചട്ടിയിൽ കുറച്ചും കൂടി നല്ലെണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ മുളകും പൊടി ചേർത്തിളക്കാം. ഒന്ന് മസാല പിടിക്കാനാണ് കേട്ടോ മുളക് പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത വെളുത്തുള്ളിയും കൂടി ചേർത്തിളക്കി കൊടുക്കാം. പിന്നെ മസാല കരിഞ്ഞു പോകാതെയും നോക്കണം കേട്ടോ. ഈ സമയം ലോ ഫ്ലെയിമിലാണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. ഇപ്പോൾ മുളക് പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ വറുത്തെടുത്ത ഉലുവ പൊടിച്ചതും 1 ടീസ്പൂൺ കായംപൊടിയും ചേർത്തിളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ചേർത്തിളക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടാറിയ വെള്ളം കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കണം. പിന്നെ കൂടുതൽ ഗ്രേവി ആവശ്യമുള്ളവർ വെള്ളം കുറച്ചും കൂടി കൂട്ടിയാൽ മതിയാകും കേട്ടോ. അങ്ങനെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കയ്പക്ക ചേർത്തിളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൈപ്പക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും കൈപ്പക്ക അച്ചാർ അല്ല കേട്ടോ, കൈപ്പക്ക കൊണ്ടാട്ടം അച്ചാർ എന്ന് വേണമെങ്കിലും പറയാം. ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൈപ്പക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഈ അച്ചാർ കാലിയാക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.